കുണ്ടറയിൽ മുത്തച്ഛൻ പ്രതിയായ കേസിൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കൊട്ടാരക്കര അതിവേഗ കോടതി 11-13 വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചുവെന്നും പീഡനത്തിൽ മനം നൊന്ത് 11-കാരി തൂങ്ങി മരിച്ചു എന്നുമായിരുന്നു കേസ്. അരുൺ രാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. അരുൺ, ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ മുത്തച്ഛന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കൊട്ടാരക്കര അതിവേഗ കോടതി. കൂടുതൽ വിവരങ്ങൾ. പ്രവിധ 2017 ജനുവരി 15-നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കുണ്ട്രയിൽ 11-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതി. ഇതിനുശേഷം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇതിൽ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്ന സമയത്ത് ഈ മുത്തച്ഛൻ തന്നെ ഈ പെൺകുട്ടികളുടെ പിതാവിനെ ഈ പ്രതിയാക്കാനുള്ള ശ്രമം നടത്തി. ഈ പെൺകുട്ടിയുടെ പിതാവാണ് പ്രതി, താൻ സാക്ഷിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ മുത്തച്ഛൻ മുന്നോട്ട് വെച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആദ്യഘട്ടത്തിൽ തൃപ്തികരമായിരുന്നില്ല. തുടർന്ന് ഈ പെൺകുട്ടിയുടെ പിതാവ് തന്നെ ഇക്കാര്യത്തിൽ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ട് DGPക്ക് അടക്കം പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് കൊല്ലം SP-യുടെയും കൊട്ടാരക്കരയെ അന്നത്തെ DYSP കൃഷ്ണകുമാറിന്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. ഇതിലാണ് ഈ കേസിൽ ഈ മുത്തച്ഛനാണ് പങ്ക് എന്ന് പോലീസ് കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു വലിയ നാടകീയതയ്ക്കൊടുവിലാണ് മുത്തച്ഛൻ പ്രതിപ്പട്ടികയിലേക്ക് എത്തുന്നത്. ഒടുവിൽ ഈ മുത്തശ്ശി കൂടി ഇക്കാര്യത്തിൽ സാക്ഷ്യപ്പെടുത്തൽ നടത്തുന്നു. പോലീസിന് മുമ്പാകെ മുത്തച്ഛൻ ഇത്തരത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഇക്കാര്യത്തിൽ മുത്തച്ഛൻ പറയുന്നത് കളവാണെന്നും എന്നായിരുന്നു ഈ മുത്തശ്ശി പോലീസിന് മുമ്പാകെ നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുത്തച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് കൊട്ടാരക്കര അതിവേഗ കോടതിയാണ് ഇക്കാര്യത്തിൽ ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മുത്തച്ഛനെ 3 വർഷം തടവ് ശിക്ഷയാണ്, 3 ജീവപര്യന്തമാണ് തടവ് ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇദ്ദേഹം പ്രതിയാണെന്നും ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തിന് ബോധപൂർവമായ പങ്കാണ് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസിന് വീഴ്ച പറ്റുകയും പിന്നീട് ഉന്നത തലത്തിലുള്ള അന്വേഷണമാണ് ഈ കേസിൽ യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുണ്ടറയിലാണ് മുത്തച്ഛൻ പ്രതിയായ കേസിൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 11-13 വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചു എന്നതായിരുന്നു ആ കേസ്.